നമസ്കാരം. 2024 ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റിയിരിക്കുകയാണ്. 1-ാം തീയതി നടക്കേണ്ട അവാർഡ് ഇപ്പോൾ പ്രഖ്യാപനം 3-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുക. കാരണം കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കടുത്ത മത്സരം. 128 സിനിമകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് പരിശോധനയ്ക്ക് ശേഷം 36 സിനിമയിലേക്ക് എത്തി. 36 സിനിമയും കണ്ടു തീരാനുള്ള സമയം. അതോടൊപ്പം തന്നെ നല്ല മത്സരം നല്ല രീതിയിൽ പോകുന്നു. മമ്മൂട്ടിയാണ് ഒന്നാമതായി നിൽക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ മമ്മൂട്ടിയോടൊപ്പം തന്നെ മത്സരത്തിന് ആസിഫ് അലി ഉണ്ട്, വിജയരാഘവനുണ്ട്, ടോവിനോ ഉണ്ട്, അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിലുണ്ട്. മികച്ച നടനാകാൻ വേണ്ടി ഇവർ 4 പേരാണ് മത്സരത്തിനുള്ളത് എന്നാണ് അവസാനമായി കിട്ടുന്നത്. എന്തായാലും മമ്മൂട്ടിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് 3-ാം തീയതി അറിയാൻ കഴിയുമോ. മമ്മൂട്ടിയുടെ അഭിനയം ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയുള്ള ആ പ്രകടനം വലിയ പ്രകടനമായിരുന്നു. ഒന്നടങ്കം കൈയടി മേടിച്ചാണ്. ആസിഫ് അലിയുടെ 2 സിനിമകളാണ് കിഷ്കിന്ധാകാന്തവും ലെവൽ ക്രോസുമാണ് 2 സിനിമകൾ. ആസിഫ് അലിയും നല്ല അഭിനയം കാഴ്ചവെച്ച വ്യക്തി തന്നെയാണ്, ഇല്ല എന്നും നമ്മൾ പറയുന്നില്ല. അതോടൊപ്പം കിഷ്കിന്ധാകാന്ഡത്തിൽ പ്രകടനം തന്നെയാണ് വിജയരാഘവൻ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ARMലെ 3 വേഷങ്ങൾ കൈകാര്യം ചെയ്ത ടോവിനോ ഈ മത്സരത്തിൽ എത്തിയിരിക്കുന്നത്. ആവേശ സിനിമയാണ് ഫഹദിനുള്ള സിനിമ. ഇങ്ങനെ നല്ല മത്സരം. അതുകൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ജൂറി വലിയ കഷ്ടപ്പാടിലാണ്. പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ. ഈ കമ്മിറ്റികളെല്ലാം കൂടി സിനിമകൾ കണ്ട് വീണ്ടും 2-ാം റൗണ്ട് 3-ാം റൗണ്ടും കാണേണ്ട നിലയിലേക്ക് എത്തിയെന്നാണ് അവസാനം നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കടുത്ത മത്സരം. ഇത്തരമൊരു മത്സരം മമ്മൂട്ടിയോടൊപ്പം തന്നെ ആസിഫ് അലി എത്തുന്നു, ടോവിനോ എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ വിജയരാഘവൻ എത്തുന്നു. നല്ല കടുത്ത മത്സരം. അപ്പം ആ ജൂറിക്ക് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രഹ്മയുഗത്തിലെ അഭിനയം, മമ്മൂട്ടിയുടെ അഭിനയം പറയാതിരിക്കാൻ നമുക്ക് വയ്യ. മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ എത്രാമത്തെ അവാർഡാണെന്ന് തന്നെ നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും ആ ഒരു കാറ്റഗറിയിലേക്ക് കടുത്തത് കൊണ്ട് തന്നെയാണ് സിനിമകൾ കണ്ടു തീർന്നിട്ടില്ല എന്നും റിപ്പോർട്ട്. സിനിമകൾ ഇനിയും കാണാനുണ്ട് എന്നാണ്. ഇന്ന് തീരുമെന്ന് ഓർത്തെങ്കിലും ഇന്നും തീരാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ നടിമാർക്കുള്ള മത്സരവും കഠിനമായി തന്നെ പോകുന്നുണ്ട്. കാരണം കനികുസൃതിയുണ്ട്, ദിവ്യപ്രഭയുണ്ട്, ഷംല ഹംസ ഉണ്ട്, അതോടൊപ്പം തന്നെ സുരഭി ലക്ഷ്മി, അനശ്വര രാജൻ, ജ്യോതിർമയി, ഇത്രയും പേരാണ് മത്സരം മികച്ച നടിയാകാനുള്ള മത്സരത്തിലേക്ക് പോകുന്നത്. അതിൽ കനികുസൃതിയും ദിവ്യപ്രഭയും അവസാന റൗണ്ടിലേക്ക് എത്തി നിൽക്കുന്നു. അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്നത്. അതും മത്സരത്തിലേക്ക് കടുപ്പമേറിയ മത്സരം തന്നെയാണ് ഈ മികച്ച നടിയെ കണ്ടെത്താനുള്ളത്. അതോടൊപ്പം തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും ജനപ്രിയ സിനിമ, അതിലും നല്ല മത്സരമുണ്ട്. അവസാന റൗണ്ടിലേക്ക് വരുമ്പം അജയൻ്റെ 2-ാം വർഷം ARM ഉണ്ട്, ഗുരുവായൂർ അമ്പലനടയിലുണ്ട്, പ്രേമലു ഉണ്ട്, വർഷങ്ങൾക്ക് ശേഷം സൂക്ഷ്മദർശിനി, മാർക്കോ, ബ്രഹ്മയുഗം, ആവേശം, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജനപ്രിയ സിനിമയിലെ മത്സരരംഗത്തേക്കുള്ളത്. പക്ഷേ ആ സിനിമയിലെ മത്സരരംഗത്തെ ആ കാറ്റഗറി വരുമ്പോൾ ജനപ്രിയ സിനിമ എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ച സിനിമകൾ തന്നെയാണ്. അത് ജനങ്ങളിൽ എത്രമാത്രം തിയേറ്ററിൽ വന്ന് കണ്ട സിനിമയാണെന്ന് കണക്ക് കൂട്ടുമ്പോൾ വലിയ മത്സരത്തിലേക്ക് വരുന്നത് കിഷ്കിന്ധാകാന്ഡവും അജയൻ്റെ 2-ാം വർഷവും ഉൾപ്പെടെയാണ്. ആവേശവും അതേ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബ്രഹ്മയുഗവും അതുപോലെ തന്നെ വന്ന ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമകളാണ് അവസാന റൗണ്ടിലേക്ക് എത്തിയതെന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന. എന്തായാലും 3-ാം തീയതി ഈ പറയുന്ന പോലെ രാവിലെ ആണോ വൈകിട്ടാണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നാളെ എന്ന് വെച്ചാൽ 1-ാം തീയതി 11 മണിക്ക് പ്രഖ്യാപനമെന്ന് പറഞ്ഞെങ്കിൽ ആ സിനിമ ഇനിയും കാണാനുണ്ട്. സിനിമ കണ്ട് ഇനി അതിൽ മ്യൂസിക് ഡയറക്ടറുണ്ട്, നിരവധി ആളുകളെ തിരഞ്ഞെടുക്കാൻ. പക്ഷേ ഈ കടുത്ത മത്സരം വന്നിരിക്കുന്നത് മികച്ച നടനും മികച്ച നടിക്കുമാണ്. പക്ഷേ മികച്ച നടനാണ് ജൂറി വളരെ ബുദ്ധിമുട്ടേറിയ സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്ന നിലയിലേക്ക് പോയതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആർക്കാണ് ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് എന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.